ഗൈസ് ഇങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഗാങ്ടോക്കിലാണ്. ഗാങ്ടോക്കിൽ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് എൻ്റെ പുറകിൽ കാണുന്നത്, ഹെറിറ്റേജ് ഹോട്ടൽ. അപ്പം നല്ലൊരു ഹോട്ടലാണ്. ഈ ടിബറ്റ് റോഡിലാണ്. ഇവിടെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഞാനിത് റെഫർ ചെയ്യുന്നു. കാരണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 600 സംതിങ്ങേ ഉള്ളൂ ഇവിടെ ഒരു ദിവസത്തെ ബഡ്ജറ്റ് സ്റ്റേക്ക് വരുന്നത്, റൂമാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കൽ സൈറ്റ് സീയിങ് അല്ല, ഇവിടുന്ന് കുറച്ച് ദൂരോട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു ബൈക്ക് റൈഡ് എടുത്ത് പോകാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ നോർത്ത് ട്രിപ്പൊന്നും വന്നിട്ട് അങ്ങനെ ബൈക്ക് റൈഡ് സംഭവങ്ങളൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങനത്തെ ഒരു സംഭവം പോസിബിൾ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ബൈക്ക് റൈഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. അതുകൊണ്ട് ഒരു പുള്ളിക്കാരൻ തന്നെ മേളിൽ നിൽക്കുന്നുണ്ട്, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാം അതെല്ലാം പോകുന്ന വഴിക്ക് പറയാം. അപ്പം ഇപ്പോൾ സമയം 8:30 8:30ക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബൈക്കെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായിന്നൊക്കെ പുക വരുന്നുണ്ടോ? ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം 13-12 ആ ഒരു ഡിഗ്രിയിലാണ് ഇപ്പോൾ തണുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച റൂമെന്ന് പറയുന്നത്. ഹോട്ടൽ ഹെറിറ്റേജ് ലോഡ്ജിങ് എന്നാണ്. 600 സംതിങ് റുപ്പീസ് ആയിരുന്നു ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് റൂമിന് വരുന്നത്. ഒരു സിംഗിൾ റൂമാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ടാക്സി അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ടൂർ ചെയ്യാനുള്ള ടാക്സി അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബൈക്സ് അവൈലബിൾ ആണ്. അപ്പം ഈ എക്സ്പൾസ് എന്ന് പറയുമ്പോൾ ഇവനും പിന്നെ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഉള്ളൊരു ആൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എക്സ്പൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഹിമാലയാണ് തന്നിട്ടുള്ളത്. അത്യാവശ്യം 1 ഡേ കോസ്റ്റ് വരുന്നത്, 1 ഡേ റെൻറ്റ് വരുന്നത് 1200 രൂപയാണ് ബൈക്കിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോകുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത് നത്തുല പാസിലോട്ടാണ്. അപ്പോൾ നത്തുല പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിൽക്കുന്ന ഈ ഗാങ്ടോക്ക് ടൗൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 6000-7000 അടി ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. നത്തുല പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 14,400 സംതിങ് ഫീറ്റ് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പാസ്സാണ്. അതെന്ന് പറയുമ്പോൾ ഇൻഡോ ചൈന ബോർഡറാണ് അതെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ബൈക്സാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് 800 രൂപയുടെ ഒരു പെർമിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ പെർമിറ്റും ബൈക്കും കൂടെ ചേർത്ത് 2000 രൂപയാണ് ഇവർക്ക് ഒരു ദിവസത്തെ റെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഈ ബൈക്കൊക്കെ എടുത്ത് അതുകൊണ്ട് ബൈക്കിനുള്ള പെർമിറ്റ് സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഈ ഓഫീസിൽ നിന്ന് തരും. ദാണ്ട് ഈ പുള്ളിക്കാരനും പിന്നെ ഇവനും കൂടെയാണ്. നമ്മൾ ഈ 2 പേരും കൂടെയാണ് പോകുന്നത്. ഇവരെല്ലാം എൻ്റെ ഏജിലുള്ളവർ തന്നെയാണ്, കേരളത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ നത്തുല പാസിലോട്ട് പോകാം. നത്തുല പാസിലോട്ട് പോകുന്ന വഴിക്ക് കുറേ സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട്. ഇടയ്ക്ക് കുറേ വാലീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ഒരു ടിബറ്റ് റോഡിലാണ്. ഇവിടുത്തെ ഈ ഹോട്ടലിലായിരുന്നു. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുന്ന്. പിന്നെ രാവിലെ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് മൊണാസ്ട്രീസും പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോയി വന്നതിന് ശേഷം ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊണാസ്ട്രീസും സംഭവങ്ങളെല്ലാം കവർ ചെയ്യും. അപ്പം നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് നേരെ പോയിട്ട് വരാം. പക്ഷേ ഇങ്ങനെ ഫുള്ള് ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആയി. അതുകൊണ്ട് അവർ 2 പേരും ആ ഒരു എക്സ്പൾസിലുണ്ട്. 2 പേരും അവിടെ ഉണ്ട്. എനിക്ക് തന്നേക്കുന്നത് ഈ മീറ്റിയറാണ്. കാരണം പെർമിറ്റ് എടുത്തേക്കുന്ന മീറ്റിയറിനാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഹിമാലയാണ്, പക്ഷേ നമുക്ക് പെർമിറ്റ് കിട്ടിയത് ഈ ഒരു മീറ്റിയറിനാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു മീറ്റിയറിലാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ 2 പേരും ആ എക്സ്പൾസിലാണ്. അപ്പം ഇവിടെ നേരെ നമുക്ക് ചെക്ക് പോസ്റ്റിലോട്ട് പോകണം. ചെക്ക് പോസ്റ്റിലോട്ട് പോയിട്ട് അവിടുന്ന് വേണം നമ്മൾ നത്തുല പാസിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. എൻ്റെ മുടിയൊന്നും നോക്കണ്ട, മുടിയൊക്കെ വെട്ടി ട്രിപ്പിന് വേണ്ടിയിട്ട് വെട്ടി ഇങ്ങനെ ആക്കിയാണ്. തൊപ്പി വയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾ കണ്ടു കാണത്തില്ല. അപ്പം നമ്മൾ അടിപൊളി ഒരു പോയിന്റിൽ വന്ന് നിൽക്കുക. കണ്ടോ, ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലേ താഴത്തെ നല്ലൊരു പൊക്കത്ത് നമ്മൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ആ ഭാഗത്താണ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം വിസിറ്റേഴ്സ് ഉള്ളത് കാരണം പെർമിറ്റ് കുറച്ച് സ്ലോ ആണ്. നമ്മൾ ഇന്നലെ അപേക്ഷിച്ചതാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇച്ചിരി ഡൗൺ ആണ്. നെറ്റ്വർക്ക് ഡൗൺ ആയതിനെ കൊണ്ട് തന്നെ പെർമിറ്റ് നമുക്ക് ഇതുവരെ ആയിട്ടില്ല. ടെമ്പററി പെർമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് നമുക്ക് സീൽ ചെയ്ത് തരും. സീൽ ചെയ്ത് തന്നിട്ട് നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ വണ്ടി തന്നാൽ ഇതെല്ലാം സെറ്റാക്കി തന്ന ഈ പുള്ളിക്കാരൻ നമുക്കത് വാട്സപ്പ് വഴി PDF അയച്ചു തരും. ഇവിടെ ഒരുപാട് പ്രിൻ്റ് ഔട്ട് ഷോപ്പുകളുണ്ട്. ഇവിടെ കണ്ടില്ലേ, അതുകൊണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ. എല്ലാ ഷോപ്പിലും പ്രിൻ്റ് ഔട്ട് എടുക്കും. ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം വേണം നമുക്ക് ആ ചെക്ക് പോസ്റ്റിൽ പോയി സീൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. പിന്നീട് അങ്ങോട്ട് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമുക്ക് നേരെ അങ്ങ് പോയാൽ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൂടെയുള്ള 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭരത് എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. മറ്റേ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറയുന്നത് ഷമീർ എന്നാണ്. പുള്ളിക്കാരൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, കേരളത്തിൽ നിന്ന്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ചെവി കേൾക്കത്തുമില്ല, പിന്നെ അതുപോലെ തന്നെ സംസാരിക്കത്തുമില്ല. ഇവർ 2 പേരും ട്രിവാൻഡ്രം നിഷിലെ സ്റ്റുഡൻസ് ആണ്. അവർ ജസ്റ്റ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങിയ സമയത്ത് അവർ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവർ 2 പേരും മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങിയേക്കുവാണ്.
സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എല്ലാം ഉണ്ടായിട്ട് തന്നെ കുറേ പേരൊന്നും ഈ വക ഇങ്ങനെയൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതല്ല, ഞാൻ കുറ്റം പറയുന്നതല്ല. എങ്കിലും പറയാം, അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം 2 പേർക്കും അവരുടേതായ ഡിസബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അവരതൊക്കെ വിട്ടിട്ട് 2 പേർക്കും ചെവിയും കേൾക്കില്ല, അതുപോലെ തന്നെ സംസാരിക്കത്തുമില്ല. പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു കുറവുകളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഞാൻ ഒരു ഹെൽപ്പും ആവും, പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കമ്പനി ആവും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. അപ്പം ഇവരെനിക്കൊരു കമ്പനി ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ബൈക്സ് എല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരന് ലൈസൻസ് ഉണ്ട്. ഈ പുള്ളിക്കാരനാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് പറയുന്നത്. ഇവർക്ക് 2 പേർക്ക് ലൈസൻസ് ഇല്ല, ഒരാൾക്ക് ലൈസൻസ് ഉള്ളൂ, ഒരാൾക്ക് ലൈസൻസ് ഇല്ല. അപ്പം ബൈക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവർ മിററൊക്കെ നോക്കിയിട്ട് സേഫായിട്ടാണ് ഓടിക്കുന്നത്. 2 സൈഡ് മിററൊക്കെ നോക്കിയിട്ട് ആണ് ഓടിക്കുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ശേഷം നമ്മളങ്ങനെ പകുതി സ്ഥലത്ത് നമ്മളൊരു 10 കിലോമീറ്റർ അകത്തോട്ട് വന്നു. നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് പേപ്പറെല്ലാം നമുക്ക് കിട്ടി, പെർമിറ്റ് എല്ലാം കിട്ടി. ആ പെർമിറ്റ് വെച്ചിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, പെർമിറ്റ് എല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ മേളിൽ കയറി വന്നപ്പോഴേക്കും നല്ല തണുപ്പ് കാരണം എൻ്റെ ഗ്ലൗസ് താഴെപ്പോയല്ലേ, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും മാസ്ക് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വണ്ടി ഓടിക്കുമ്പോൾ കാറ്റും കൂടെ അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഫുള്ള് ചുമന്നിട്ട് ഗ്ലൗസ് ഇടാൻ ഫുള്ള് ചുമന്ന് വായിന്നാ കണ്ട പുക വരിക, ഭയങ്കര പുകയൊക്കെ വരുന്നത്, ഭയങ്കര തണുപ്പാണ്. നമ്മൾ മേളിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം -1 ഡിഗ്രി എങ്ങാണ്ടാണ് അവിടുത്തെ സെൽഷ്യസ് എന്ന് പറയുന്നത്. 14,400 എന്തോ അടി ഉയരത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഡയറക്റ്റ് അങ്ങ് മേളിൽ ചെന്നതിന് ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോൾ ഓരോ അടുത്ത് നിർത്തി വരാമെന്നുള്ളതാണ്. കാരണം നടുവിലെ 12 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ആവും അവിടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എത്തണം. കാരണം ഫുള്ള് വളവ് തിരിവായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നീങ്ങാം. തണുക്കുന്നില്ലേ? ഇവർക്ക് ഫുള്ള് തണുക്കുന്നുണ്ട്, ഭയങ്കര തണുത്ത് നിൽക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ ഏറ്റവും മേളിൽ നദുല പാസിലെത്തി. 14,000 സംതിങ് അടി ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഷിവറിങ് ആണ്, -3°C ആണ്, ഭയങ്കര തണുപ്പാണ്. നമ്മൾ വരുന്നതിന് ഈ സ്ഥലത്ത് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വീഡിയോ റെക്കോർഡിങ് അലൗഡ് അല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നമുക്ക് താഴെ വീഡിയോ റെക്കോർഡിങ് ചെയ്യാം. അതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒന്നും അലൗഡ് അല്ല. ഫോട്ടോ എടുക്കാം, പക്ഷേ റെക്കോർഡിംഗ് ഒന്നും അലൗഡ് അല്ല. കണ്ടോ, ഭയങ്കര തിരക്കും ക്യൂ ഒക്കെ ഉണ്ട്. ബാക്കി ഇവിടെ കണ്ടോ, എല്ലാവരും ടാക്സിയാണ് കൂടുതലും എടുത്തു വന്നേക്കുന്നത്. ബൈക്ക് റൈഡ് ചെയ്ത് വരുന്നവർ ഭയങ്കര ചുരുക്കമുണ്ട്. കണ്ടോ, ഇത്രയും പേരേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. ഇത്രയും കണ്ടോ, ഒരു 7-8 ബൈക്ക് മാത്രമേ ഉള്ളൂ. ബൈക്ക് റൈഡ് ചെയ്ത് വരുന്നവർ വളരെ കുറവാണ്. എല്ലാവരും ഇതുപോലെ ടാക്സി എടുത്തിട്ടാണ് കൂടുതലും വരുന്നത്. കാരണം ടാക്സിയാണ് ചീപ്പർ, ബൈക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ എത്ര കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല. ഇവിടെ വന്ന് നമ്മൾ റൈഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് ഇവർ തന്നെ ഭയങ്കര എൻജോയ് ചെയ്യുക കേട്ടോ. ഇവരെല്ലാം അവർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുക. അവർ എല്ലാ സ്റ്റോറീസ് സംഭവങ്ങളെല്ലാം ഇടാറുണ്ട്. അപ്പോൾ അവരതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. സംഭവം ശ്വാസമൊന്നും കിട്ടുന്നില്ല, വായുന്നൊക്കെ കണ്ടോ പോകെ സ്മോക്കൊക്കെ പോയിക്കോണ്ടിരിക്കുക. ഭയങ്കര ഇതാണ്. ഇവിടെ നല്ല റഷുണ്ട്. നമുക്ക് 12:30 വരെ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ നമുക്ക് മേളിൽ ഇറങ്ങി കണ്ടൊക്കെ വരണം. നല്ല തണുപ്പാണ്. ഞാൻ ഇവിടുത്തെ ചുറ്റോട്ടത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് മഞ്ഞുമലകളാണ്, സ്നോഫോളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കിടക്കുക. വരുന്ന വഴിയെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എത്ര പൈസ കൊടുത്താലും നിങ്ങൾ വർത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർത്താണ്. പിന്നെ ഇവിടം വരെ വന്നിട്ട് ഞാനിത് മിസ് ചെയ്തിരുന്നെങ്കിൽ സത്യം പറയാലോ, പിന്നെ അത് ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു ഇതായി പോയാന്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നൊരു ബൈക്ക് എടുത്തിട്ട് തന്നെ വരണം. മാക്സിമം പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്തിട്ട് തന്നെ മാക്സിമം വരണം. കാരണം ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് സൂപ്പറാണ്. ഇവിടെ വന്നവരെല്ലാം പറയുന്നത് ബൈക്ക് നല്ലതല്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം എല്ലാവരും കാറിൽ വന്നിട്ട് കാറിലിങ്ങനെ അടച്ചു മൂടിയിരിക്കണ്ട്. ബൈക്ക് അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ മേളിൽ കയറിയിട്ട് വരാം. കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അയ്യോ എൻ്റെ അമ്മോ, ഈ വെയിലടിക്കുമ്പോഴത്തേക്കാണ് ആകെ ഒരു ആശ്വാസം. ഇത്രയും നേരം കൈയൊക്കെ തന്നെ മരവിച്ചിട്ടിരിക്കുമായിരുന്നു, ഫുള്ള് മരവിച്ച് പോയി.
വണ്ടി കൂടെ ഒട്ടിക്കുമ്പോഴത്തേക്കില്ലേ നമ്മുടെ കാറ്റും കൂടെ അടിച്ചിട്ട് ഭയങ്കര ഷിവറിങ്ങും കൈയൊക്കെ മരവിച്ച ഒരു പരിവായി കണ്ടോ, ഒരുമാതിരിയായി. വരുന്ന വഴിക്ക് കുറേ ലേക്കൊക്കെ കണ്ട്, കുറേ ഫ്രോസൺ ആയിട്ടുള്ള ലേക്കൊക്കെ കണ്ട്, അതൊക്കെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അതൊക്കെ നമുക്ക് കയറി പോവാം. അപ്പോൾ കണ്ടില്ല, ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പോലീസുകാരൻ നിന്ന് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നുണ്ട് കണ്ടോ. ഇവിടെ എല്ലാം വണ്ടി പാർക്കിംഗ് ഉണ്ട്, ഇതെല്ലാം ടാക്സീസാണ്, ഫുള്ള് ടാക്സീസാണ്. പിന്നെ നമ്മുടെ ബൈക്സ് ആകെ വളരെ ചുരുക്കത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലോട്ട് പോകാം. നദുല പാസും ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് വന്നു. അവിടെ വീഡിയോ എല്ലാം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഫുള്ള് പോയിട്ട് വന്നിട്ട് നമ്മൾ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഉണ്ട്, വടയുണ്ട്, വട കുഞ്ഞു വട, പിന്നെ അതുപോലെ സമൂസയുണ്ട്. ചായയൊക്കെ നമ്മളെടുത്ത് കൈ തന്നപ്പോൾ തന്നെ ചായ എല്ലാം തണുത്തിരിക്കുന്നത് കോൾഡ് കോഫി പോലെ ആയിപ്പോയി, കോൾഡ് ടീ ആയിപ്പോയി. ഇതെല്ലാം കണ്ട ഫുള്ള് കല്ലിച്ചിരിക്കുക, ഭയങ്കര കട്ടിയാണ്. അതിലൊക്കെ കണ്ട അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര തണുത്ത് പോയെന്നാണ് പറയുന്നത്, കല്ലിച്ചിരിക്കുക അല്ലേ, ഭയങ്കര കല്ലിച്ചിരിക്കുക. ഇവർക്ക് മലയാളം മനസ്സിലാവത്തില്ല, ഇംഗ്ലീഷിൽ നമുക്ക് ലിപ്സിങ് വെച്ചിട്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷ് അവർക്കറിയാം, മലയാളം ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അപ്പോൾ കണ്ടോ അവർ സമൂസയൊക്കെ കഴിച്ചിട്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. കണ്ടോ ഫുള്ള് ആളും തിരക്ക് വയ്ക്കുക, ഭയങ്കര തണുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചായ വാങ്ങി. ചായക്കാണെങ്കിൽ ഒരു തണുപ്പ്, ഫുള്ള് ചൂട്, അല്ല ചൂടില്ല, തണുപ്പ്, ഫുള്ള് തണുപ്പ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇവിടുന്ന് ഇതും കഴിച്ചിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഗൈസ് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഐഫോണാണ്, ആപ്പിൾ. ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. ഇതിൻ്റെ അകത്ത് ടൈമിങ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളുള്ളത് ഇൻഡോ ചൈന ബോർഡറാണ്. ഈ നദുല പാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ടൈം ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് ആപ്പിൾ ഫോണാണ്. ഇതിനകത്ത് കാണിക്കുന്ന ടൈം ഉണ്ടോ 2:57, അതായത് 3 മണിയായി. ഇതിനകത്ത് നേരെ മറിച്ച് ആൻഡ്രോയിഡ് കാണിക്കുന്നുണ്ടോ 12:30 ആയിട്ടേ ഉള്ളൂ. ആപ്പിളിൽ ടൈം പെട്ടെന്ന് മാറും. ഇവിടെ വരാൻ നേരത്തെ ആപ്പിളിലെ ടൈം ചൈന ടൈം ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് ഇറ്റ് റിമെയിൻസ് ഇന്ത്യൻ ടൈം. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇവിടെ വരുമ്പോഴത്തേക്ക്. ഞാൻ ആദ്യം ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. പിന്നീട് ഞാൻ ഇതിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഈ കാര്യം പിടി കിട്ടിയത്. അപ്പം ദിസ് ഫോൺ സപ്പോർട്ട്സ് ചൈന, ആൻഡ്രോയിഡ് സപ്പോർട്ട്സ് ഇന്ത്യ. അതാണ് റീസൺ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. ഓക്കെ, പക്ഷെ നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നേരമായിട്ട് നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കിയാണ്. കണ്ടോ നമ്മൾ 3 പേരുണ്ട്, 2 പേരല്ല ശരിക്കും പറഞ്ഞാൽ 3 പേരുണ്ട്. നമ്മൾ 3 പേര് ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത്. ഇവിടെ വീഡിയോസൊക്കെ എടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. കാരണം ഒരുപാടൊന്നും നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ആർ പ്രൊഹിബിറ്റഡ് ഇൻ ദാറ്റ് സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതാരും സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതെന്ത് സാധനമാണ്, ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതങ്ങോട്ട് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അത് ഫോട്ടോ എടുത്ത് നിങ്ങളിൽ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. പക്ഷേ അത് ശരിയല്ല. ഇത് ഈ ബോർഡർ സെക്യൂരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു ലിമിറ്റേഷനാണ്. പക്ഷേ ആൾക്കാരെല്ലാം ഇവിടെ കിടന്നുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവർ വേണമെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ വാങ്ങിച്ച് വെക്കാമെന്നുള്ളത്. പക്ഷേ അവരാരും അത് ചെയ്യുന്നില്ല. മാക്സിമം അവർ പറയുന്നുണ്ട് എടുക്കരുതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് എന്തായാലും ഷെയർ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആ ഭാഗത്തുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ ഒരു വീട് എന്ത് സംഭവം എന്നറിയാൻ കണ്ട ഒരുപാട് പേര് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഉച്ച ആയതാണ്. ഇപ്പം സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് നമുക്ക് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കുന്നൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല, നമ്മൾ അറിയത്തില്ല. തൊട്ട് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഉണ്ടോ ഇവിടെ നതുല പാസ് എന്ന് എഴുതിയിട്ട് അവരതിൻ്റെ എത്ര ആൾട്ടിറ്റ്യൂഡ് ഹൈലാണെന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, നതുല പാസ് 14,140 ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ. ആൾക്കാരെല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. നമ്മളും കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തത്. ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ കാണാം. ആ ഫോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം എടുത്തിട്ടുള്ളതാണ്. കണ്ടോ ഇവരെല്ലാം തമ്മിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരെ സൈൻ ലാംഗ്വേജസ് പഠിച്ചിട്ട് സംസാരിക്കുന്നത്. അതാണ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ അടുത്ത് പറയാനുള്ള എല്ലാം ഇവർ ടൈപ്പ് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്കപ്പം ബൈക്കിനടുത്തോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് കുറച്ചും കൂടെ താഴോട്ടെത്തി. താഴത്തെ ഒരു വാലിയിലാണ്, ബാബാ മന്ദിറിലാണ്. ബാബാ മന്ദിർ എന്ന് പറയുന്നതുകൊണ്ട് ആ ഭാഗത്താണ്. ഭയങ്കര റഷാണ്, ഇന്ന് ഭയങ്കര റഷാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നേരത്തെ ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ പോകാൻ വേണം. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ ഫുള്ള് തിരക്ക് കാരണം ബൈക്കൊന്നും വരുന്നില്ല. എല്ലാം കാറുകളാണ്, കൂടുതൽ ബൈക്കൊന്നും വരുന്നില്ല, എല്ലാം കാറുകളാണ്.
അവിടെയാണ് ഭാഗമന്ത്രി. ഇവിടെ ഞാൻ ഈ സംഭവം കാണിച്ചത് തൊട്ട് മേളിലുണ്ട്. അവിടെ ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ കാണുന്നത്. ഞാൻ ഈ മാസ്ക് ഇട്ടേക്കുന്നതാണ്, എനിക്ക് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു ശിവൻ്റെ സ്റ്റാച്ചു ആണ്. നമുക്ക് ഇതുവഴി കയറി നമുക്കതിൻ്റെ മേളിൽ പോകാൻ പറ്റും. കണ്ടോ ഈ ഏരിയ കണ്ടില്ല, എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ. കുറേ മലനിരകളും പിന്നെ അതുപോലെ തന്നെ പട്ടാളക്കാരുടെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പട്ടാളക്കാരുടെ കുറേ വെഹിക്കിൾസൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗൊക്കെ നിൽക്കുന്നുണ്ടോ, ഭയങ്കര രസമല്ലേ കാണാൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതല്ല, നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വഴിയാണ് അടിപൊളി. കാരണം ഈ സ്നോഫോളൊക്കെ വീണ് കിടക്കുന്ന കുറേ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ അടിപൊളിയാണ്. കുറേ സ്ഥലത്തൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലെല്ലാം വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ചെസ്റ്റ് സ്ട്രാപ്പിലായതുകൊണ്ട് എത്രത്തോളം അത് ക്ലിയർ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ സത്യം പറഞ്ഞ് ഇവിടെ വരണം, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത്ര ഉയർത്തി പോകുമ്പോഴത്തേക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ആ സെമീറിനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഭയങ്കര മറ്റേ ശ്വാസം മുട്ട് പോലെയും പിന്നെ ഇടയ്ക്ക് തലകറക്കം പോലെയൊക്കെ വന്നായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പോയി. പക്ഷേ അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് അത് എക്സ്ട്രീം ലെവലിലോട്ട് പോകും. അപ്പം ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനുള്ള മെഡിസിനൊക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വരിക. ഇല്ല പയ്യെ ഗ്രാജുവലി ഈ ഒരു മല കയറിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല. അപ്പം അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, നമുക്കിനി പോണ വഴിക്കൊരു ലേക്കുണ്ട്, നമുക്ക് അവിടെ നിർത്താം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ആ ലേക്കിൽ നിർത്തിക്കണം. അത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു കുറച്ച് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ അറിയത്തില്ല, ഇങ്ങനെ ആവി പോലെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇത് നമ്മൾ നേരത്തെ പോയ വഴിയാണ്. നമ്മൾ ഇതുവഴിയാണ് നേരത്തെ നതുലേട്ടിലോട്ട് പോയത്, നതുല ബസ്സിലോട്ട് പോയത്. ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, കൈയൊക്കെ കണ്ടോ ചുമന്നിട്ട് ഒരു പരിവായി. ഈ ലേക്ക് നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് കാണുമായിരുന്നു. ഈ ലേക്കിൽ നിന്ന് ഭയങ്കര ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോഗ് ആ പോണ കണ്ടില്ലേ മേളിലോട്ട് ആവി, അതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കാരണം അത്രയും തണുപ്പായിരുന്നു നേരത്തെ ഇതുവഴി പോയപ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ ആ സൈഡിലൊക്കെ ഒരുപാട് യാക്കിനെയൊക്കെ ഒരുക്കി നിർത്തിയിട്ട് യാക്ക് റൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. യാക്കിൻ്റെ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളവിടെ കണ്ടു. പക്ഷെ നമ്മളന്ന് റൈഡൊന്നും എടുക്കുന്നില്ല. യാക്ക് റൈഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കണ്ടില്ല അവിടെയൊക്കെ മിലിറ്ററിയുടെ ബേസ് ക്യാമ്പ് സംഭവങ്ങളൊക്കെയാണ്. ആ കാണുന്നതെല്ലാം ബേസ് ക്യാമ്പൊക്കെയാണ്. അവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. കണ്ടോ ഈ ലേക്ക് അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് ഈ ലേക്ക് കാണാൻ. ഈ മലയുടെ ചുറ്റും നോക്കിയാൽ ചുറ്റും മല, നടുക്കൊരു ലേക്ക് ഇതുപോലെ കണ്ടോ. അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 വണ്ടി അത്യാവശ്യം അടിപൊളി വണ്ടിയായിരുന്നു. ഇത് കുറച്ചുകൂടെ പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞത്. നല്ല റൈഡിങ് കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി വണ്ടിയായിരുന്നു. കണ്ടില്ല എല്ലാവരും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. സമയം 2 മണി കഴിഞ്ഞ് 3 ആവാറായി. 4:30 ഇവിടെ സൺസെറ്റ്. ഞാൻ പറഞ്ഞ ഓർമ്മയില്ല, 4:30 സൺസെറ്റ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഭയങ്കരമായിട്ട് ഡാർക്കായി തുടങ്ങും. ഇപ്പോൾ തന്നെ ഇവിടെ മൊത്തം നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി തിരിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പാടൊന്നുമില്ല, നമുക്ക് വണ്ടി ലൈറ്റൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പോവാം. പക്ഷേ തണുപ്പ് ഇനിയും കൂടും. ഇപ്പം ഈ ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് വെയിലുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്, അതുകൊണ്ട് ഇച്ചിരി തണുപ്പ് താന്ന് നിൽപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം വരുന്നത് 40 കിലോമീറ്ററാണ് ഗാങ്ടോക്കിലോട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് പിന്നെ പോയിന്റുകളൊന്നുമില്ല, പിന്നെ ജസ്റ്റ് വ്യൂ പോയിൻ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് ആണ് ലാസ്റ്റ് പോയിന്റ്. ഈ റോഡിലെ ഈ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലേക്കാണ്. ഈ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നു, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത്. അതാണ് ഞാൻ യാക്ക് വരുന്നത് കാണിച്ചു തരാം. കണ്ടോ ഒരു യാക്ക് വരുന്നുണ്ടോ, ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ടോ ഒരാൾ ഉണ്ടോ, നേനെ യാക്ക് പോകുന്നുണ്ടോ. നല്ല കിടിലോ അല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ മേളിലിരുത്തി ഇവരിങ്ങനെ സവാരി നടത്തും. ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് വരത്തില്ല, നല്ല പൈസ ആയിരിക്കും വാങ്ങുന്നത്. കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്ക് തിരിച്ച് ഇവിടുന്ന് ഇറങ്ങണം. തിരിച്ചിനി ഇറങ്ങിയിട്ട് അങ്ങെത്തുമ്പോൾ നമ്മൾ റൂമെത്തുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4 മണി 5 മണി ആ ടൈം ആവും. അപ്പോഴത്തേക്ക് തന്നെ നല്ല ക്ഷീണിക്കിന് നല്ല റെസ്റ്റ് എടുക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉള്ള ഏതെങ്കിലും മൊണാസ്ട്രി ഒക്കെ കാണാൻ പോകും. പക്ഷേ അതിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നദിലാന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് അടിപൊളിയല്ലേ? രസമുണ്ടല്ലേ കാണാൻ. നല്ല തണുപ്പൊക്കെ ആയിട്ട് കിട്ടില്ലാനൊരു ക്ലൈമറ്റാണ് ഉള്ള പറയണമല്ലോ, കിട്ടില്ലാനൊരു ക്ലൈമറ്റാണ്. നമുക്കിനി വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കണം. 8 മണി വരെ നമുക്ക് വണ്ടിയുണ്ട്. നമ്മൾ 8:30 അവിടെ നിന്ന് എടുത്തത്, തിരിച്ച് 8:30 വരെ ടൈമുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് അവിടെയും വേണമെങ്കിൽ കറങ്ങിയൊക്കെ ചെയ്യാം. എന്തായാലും ഇപ്പം തന്നെ നല്ല ടയർഡായി, തലയൊക്കെ നല്ല ഇങ്ങനെ പ്രഷർ താങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ കണ്ടില്ല, എല്ലാ ടൂറിസ്റ്റുകളെല്ലാം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ടാക്സി എടുത്ത് പോയാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി അവർ ഇങ്ങനെ പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. അവർക്കൊരു പ്രത്യേക ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ടാക്സികളെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക.
അടിപൊളിയല്ലേ. നമുക്കിനി താഴെ ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. ഇവിടുന്ന് ഒന്നും കഴിക്കാൻ വയ്യ, ഒന്നും ഇറങ്ങുന്നില്ല, വെള്ളമൊന്നും ഇറങ്ങുന്നില്ല, ഭയങ്കര തണുപ്പ്. ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന്. എല്ലാം ചിൽഡായിട്ടിരിക്കുക. ചൂട് വെള്ളം ഞാൻ ഒഴിച്ചുകൊണ്ട് വന്നതാണ്, പക്ഷെ ഭയങ്കര തണുത്തിരിക്കുക. കണ്ടോ, ബേസ് ക്യാമ്പ് ഒക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമില്ലേ. നമുക്കിനി ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോകാം ഗൈസ്, അല്ലെങ്കിൽ ചത്തു പോകാം.